നിങ്ങളെ ദുഃഖിപ്പിച്ച വിഷയങ്ങളൊന്ന് മറന്നേക്കുക. നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുക. കഴിഞ്ഞുപോയ കഷ്ടപ്പാടുകൾ മറക്കുക. നിങ്ങളെ തേടി വരുന്ന അനുഗ്രഹങ്ങളെ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുക. കടലിലെ തിരമാലകൾ പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ്. ഓർമ്മകൾ തിരമാലകൾ പോലെ ഒന്നിനു പിറകെ ഒന്നായി മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ വിഷമിപ്പിച്ചതും സന്തോഷിപ്പിച്ചതും ആയ ഒത്തിരി ഓർമ്മകളും കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിനങ്ങളുടെ ഓർമ്മകളും എല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. തിരമാലകൾ കണക്കെ അലറി വിളിച്ച് അടിച്ച് പായാറുണ്ട്. ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒഴിഞ്ഞ മനുഷ്യർ ഇല്ലെന്ന് തന്നെ പറയാം. തിരമാലകൾ ഒഴിഞ്ഞ് കടലിലേക്ക് വള്ളമിറക്കാമെന്ന് കരുതി കാത്തിരിക്കുന്നവരെ പോലെയാണ് മനസ്സ്. സ്വസ്ഥമായിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടിരിക്കാനും ഉറങ്ങാനും എന്ന് ചിന്തിക്കുന്നവരും. എല്ലാ വിഷമങ്ങളെയും കഷ്ടപ്പാടുകളെയും അതിജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശക്തിയുണ്ട്. അത് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മൾ ബലഹീനതയിൽ നിന്നും ബലഹീനതയിലേക്ക് പോയി നമ്മൾ ദുർബലരായിത്തീരുന്നത്. അവനവൻ്റെ വഴി അവനവൻ തന്നെ വെട്ടി മുന്നോട്ട് പോവുക. നെഗറ്റീവ് ചിന്തകൾ പുറകോട്ട് പിടിച്ച് വലിച്ചേക്കാം. സാഹചര്യങ്ങൾ ഒട്ടും തന്നെ അനുകൂലമല്ലാതെയാകാം. ശുഭാപ്തി വിശ്വാസം മനസ്സിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക. ശുഭചിന്തകൾ നമ്മുടെ ദൈനംദിന പ്രവൃത്തികൾക്ക് പ്രചോദനമാകുന്നത്. നമ്മളെ വിഷമിപ്പിച്ച ദുഃഖങ്ങളുണ്ടാക്കിയ വിഷയങ്ങളെയും സംഭവങ്ങളെയും ഓർക്കാതിരിക്കുന്നതിലൂടെയാണ്. കഷ്ടപ്പാടുകൾ നൽകി ദിനരാത്രങ്ങൾ നമുക്ക് മറക്കാം. അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ അനുഗ്രഹങ്ങളുമായി വരുന്ന രഥത്തിൽ കയറാം. മുമ്പോട്ട് തന്നെ രഥം തെളിച്ച് കുതിച്ചു പായാൻ ആത്മവിശ്വാസം എന്ന സാരഥി ഉണ്ടാവും. ശുഭദിനം.